ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. സിലബസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാംസ് കുറേ വിളിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ജാനുവരി 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പം അപ്ലൈ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം എൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 659/2023 നിലവിൽ ഇപ്പോഴും വിളിച്ചേക്കുന്നതിൻ്റെ കാറ്റഗറി നമ്പർ. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, ITI അല്ലെങ്കിൽ NTC +3 ഇയർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഡിപ്ലോമ BTech ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സാലറി സ്കെയിൽ നമുക്കറിയാം. ഏജ് ലിമിറ്റ് 19 to 44 ആണ്. അപ്ലൈൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, January 31 അപ്ലൈൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. ഇത് ലാസ്റ്റ് ടൈം എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആയിരുന്നു PSC അപ്രൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്, അല്ലെ എലിജിബിൾ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. NTC ഫിറ്ററിന് ഇക്വലൻ്റ് ആയിട്ട് ITC അല്ലെങ്കിൽ ITI ഫിറ്റർ ട്രേഡിൽ കംപ്ലീറ്റ് ചെയ്തവർക്കും അതുപോലെ 3 ഇയർ എക്സ്പീരിയൻസും അവിടെ ബാധകമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അതുപോലെ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ഹയറോ ഇക്വലൻ്റോ ആയിട്ട് പോസ്റ്റ് ഡിപ്ലോമ ടൂൾ ഡിസൈൻ, അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പോസ്റ്റ് ഡിപ്ലോമ ടൂൾ ഡിസൈന്, അതുപോലെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BTech പ്രൊഡക്ഷൻ, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, അങ്ങനെ അത് വരുന്നുണ്ട്. അതുപോലെ MTechനും വരുന്നുണ്ട്, മെക്കാനിക്കലും പ്രൊഡക്ഷനും വരുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻകാർക്കും ഇത് എന്ത് ചെയ്യാം, ഇതിന് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ലാസ്റ്റ് ടൈമിലെ കാറ്റഗറി നമ്പർ 569/2017 ആയിരുന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2020 അതുപോലെ കട്ട് ഓഫ് മാർക്ക് 69, മാക്സിമം മാർക്ക് 82. മാക്സിമം മാർക്കൊക്കെ ആ സമയത്തും 82 വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോയ അഡ്വൈസ് കുറച്ച് അട്രാക്റ്റീവാണ്. ലാസ്റ്റ് ടൈം പോയ അഡ്വൈസ് 48 അഡ്വൈസോളം പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം നല്ല വേക്കൻസി പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫിറ്റർ എക്സാം, ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം വരുന്നത് എന്തൊക്കെയാണ്? ട്രേഡ്സ്മാൻ ഫിറ്റർ വരുന്നുണ്ട്, ട്രേഡ്സ്മാൻ ഫിറ്റർ നമുക്കവിടെ വരുന്നുണ്ട്. അതുപോലെ KWA ഫിറ്റർ വരുന്നുണ്ട്, കേരള വാട്ടർ അതോറിറ്റി ഫിറ്റർ വരുന്നുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ പിന്നുള്ള ഒരെണ്ണമാണ് ഏത്, ഫിറ്റർ ഗ്രേഡ് 2 ഒരു എക്സാം ഉണ്ട്. അത് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അത് ഒത്തിരി വേക്കൻസി ഒന്നും കാണത്തില്ല, സ്റ്റിൽ ഒരു എക്സാം ഉണ്ട്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചാൽ അതൊരു എക്സാം എഴുതിയ ഒരു പരിചയവും കിട്ടുമല്ലോ, കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫെമിലിയർ ആവും, നമുക്കൊരു എക്സാം എഴുതുകയും ചെയ്യാം. ആ രീതിയിലൊരു എക്സ്പീരിയൻസും ആണത്. അപ്പം ഇതുപോലെ ഈ 3 എക്സാമുകൾക്കും പഠിക്കുന്നത് നമുക്ക് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിനും സെയിം സിലബസും സെയിം കണ്ടന്റും ആയിരിക്കും എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3-in-1 കോഴ്സുകളൊക്കെ നമ്മൾ കോംബോ കോഴ്സുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ അവിടെ നല്ല രീതിയിൽ അവരുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകൾ പോകുന്നുണ്ട്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ പോകുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തുടങ്ങുക, ഇനിയും താമസിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. അതല്ല, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരെ പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആ ഒരു എക്സാം ഡേറ്റ് ഒക്കെ നമുക്കറിയാം. ഈ 2 എക്സാമുകളുടെയും അല്ലെങ്കിൽ ഈ 4 എക്സാമുകളുടെയും ഡേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക്, ഡേറ്റ് അല്ല ടൈം ഏകദേശം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ നല്ല രീതിയിലൊരു അവസരമാണ് ഈ പ്രാവശ്യം ഫിറ്റർ എക്സാമുകൾ എല്ലാം കൂടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചതിൻ്റെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരും. ജസ്റ്റ് ഒരു ഓവർവ്യൂ സിലബസിൽ തരിക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് തന്നെ വരുന്നത് മോഡ്യൂൾ 1 മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്, അതായത് മാർക്കിംഗ് മീഡിയ ഒക്കെ ഉണ്ടല്ലേ, മാർക്കിംഗ് മീഡിയാസ് ഉണ്ട്. മാർക്കിംഗ് മീഡിയയും അതിൻ്റെ മാർക്കിംഗ് ടൂൾസും ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കിംഗ് മീഡിയ, അതുപോലെ സ്ക്രൈബേഴ്സ് ഡിവൈഡേഴ്സ് പോലുള്ള മാർക്കിംഗ് ടൂൾസും ഒക്കെയാണ് നമ്മളവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ കാലിപ്പേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാലിപ്പേഴ്സ് ഉണ്ട് അല്ലേ, ജെർണി കാലിപ്പർ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാലിപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കവിടെ പഠിക്കണം. സർഫസ് ഗേജിനെ പറ്റി പഠിക്കണം. സർഫസ് പ്ലേറ്റ്, ആംഗിൾ പ്ലേറ്റ്സ്, കോമ്പിനേഷൻ സെറ്റ്, അങ്ങനെ കുറച്ച് മാർക്കിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഷീറ്റ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് എന്ന് പറയുന്നത് ഒരു മോഡ്യൂളായിട്ടാണ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. അതുപോലെ സെക്കൻഡ് മോഡ്യൂൾ വരുമ്പോഴത്തേക്കിന് ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ്, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് ടൂൾസ്, സ്ട്രൈക്കിംഗ് ടൂൾസ് ആയിട്ടുള്ള ഹാമർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള C-ക്ലാമ്പ്, സ്പാനേഴ്സ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ടൂൾസ് ഒക്കെയാണ് നമ്മളിവിടെ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നത്. അതുപോലെ മെഷറിംഗ് ടൂൾസ്, ട്രൈസ്ക്വയർ, ജെർണി കാലിപ്പർ ഇവിടെ വീണ്ടും വരുന്നുണ്ട്, കാലിപ്പേഴ്സ്, അതുപോലെ മെഷർമെൻറ്റ്സ് ഓഫ് ആംഗിൾ മെഷർ ചെയ്യാനുള്ള കുറച്ച് ആംഗിളും സ്ട്രെയിറ്റ് മറ്റേ സ്റ്റീൽ ടൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പൊതുവേ ഉള്ള ഹാൻഡ് ടൂൾസും മെഷറിംഗ് ടൂൾസുമാണ് ആ ഒരു മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ,
അടുത്തത് കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ്. മൂന്നാമത്തെ മോഡ്യൂൾ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പം ഷീറ്റ് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ ബാക്കിയുള്ള ഒരു എക്സാമിന് ചിലപ്പോൾ വേറെ ഒരു ട്രേഡ്സ്മാൻ അല്ല വേറെ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വരുവാണെങ്കിൽ ഈ 3 മോഡ്യൂളോട് ഒരുമിച്ച് ഒരു മോഡ്യൂളായിരിക്കും നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ 3 മോഡ്യൂളായിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളതൊരു ചെറിയ വ്യത്യാസമാണ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് എ ഫയൽസിൻ്റെ എലമെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ്, ഗ്രേഡ്സ് ഓഫ് ഫയൽസും ടൈപ്സ് ഓഫ് ഫയൽസും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പഠിക്കണം. അതുപോലെ ടൈപ്സ് ഓഫ് ഫയൽസ് തന്നെയാണ് നീഡിൽ ഫയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കണ്ടോ, ഫയലിങ്ങിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഹാക്സ് ഓഫ് ഫ്രെയിംസും അതിൻ്റെ ടൈപ്പും സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹാക്സോ ബ്ലേഡിനെ പറ്റിയൊക്കെ നമുക്ക് അവിടെ പഠിക്കണം. ഫൈൻ പിച്ച്, കോഴ്സ് പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഡ്രില്ലിംഗ് ഒക്കെ ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. ഡ്രില്ലിംഗ് ഓപ്പറേഷൻസുമായിട്ടൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഗ്രൈൻഡിങ് ഓപ്പറേഷൻസും വരുന്നുണ്ട്. ഡ്രില്ലിങ്ങും ഗ്രൈൻഡിങ്ങുമായിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസും ഏതിൽ വരുന്നുണ്ട്, ഈ മോഡ്യൂൾ 3 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഇതുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഈ ഒരു കണ്ടന്റിൽ വരുന്നുണ്ട്. എന്നാലും ഇതൊക്കെ ഏറെക്കുറെ നമ്മൾ മറ്റുള്ള എക്സാമുകൾക്ക് നമ്മൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇതുവരെ പറഞ്ഞതിലൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഇതുവരെയുള്ള 3 മോഡ്യൂളും വന്നിരിക്കുന്നത്. അടുത്ത മോഡ്യൂൾ 4 പ്രസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. മൈക്രോമീറ്റർ, ഡയൽ കാലിപ്പർ, വെർനിയർ കാലിപ്പർ, ഓക്കെ, അങ്ങനെ വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ലീസ്റ്റ് കൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമുക്കവിടെ പഠിക്കാനുള്ളത്. പിന്നെ ഫിക്സ്ചേഴ്സ്, ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് പഠിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ലിമിറ്റ്, ഫിറ്റ് ആൻഡ് ടോളറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഷാഫ്റ്റ് ബേസിസ്, ഹോൾ ബേസിസ് സിസ്റ്റം. ഈ പറഞ്ഞ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ടർണർ പോലുള്ള അല്ലെങ്കിൽ മെഷീനിസ്റ്റ് പോലുള്ള ട്രേഡുകൾ നമ്മൾ ഈ കാര്യങ്ങളും പഠിക്കുന്നതാണ്. ഒത്തിരി ഷെയർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് 5ാമത്തെ മോഡ്യൂൾ വീണ്ടും നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് ബാക്കിയുള്ള ട്രേഡുകളുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. സ്ക്രൂ ത്രെഡ്സ്, ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്സ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബോൾട്ട്, വാഷർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ വീണ്ടും പഠിക്കാനുള്ളത്. കപ്ലിങ്സ്, റിവെറ്റ്, ടൈപ്പ് ഓഫ് റിവെറ്റ്സ്, ബ്രേസിങ്, സോൾഡറിങ്, ഇതെല്ലാം നമ്മൾ ബാക്കിയുള്ള പ്ലംബർ പോലുള്ള എക്സാമുകൾ മുതൽ ഈ വരാൻ പോകുന്ന മെഷീനിസ്റ്റ്, ടർണർ, ഇതിനകത്തെല്ലാം ഓവർലാപ്പ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളാണ് ഈ ഫാസ്റ്റ്നസ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പവർ ട്രാൻസ്മിഷനിൽ നമുക്ക് ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവും ടൈപ്സ് ഓഫ് ഗിയർ ഡ്രൈവ്സും അതിൻ്റെ നോമൻക്ലേച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്. അപ്പം 5ാമത്തെ മോഡ്യൂളും ബാക്കിയുള്ള ട്രേഡുകൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാമുകൾക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. അത് കുറച്ചുകൂടെ ഒരു നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പഠിക്കേണ്ടി വരും. കാര്യം ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഫയലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിക്കുന്നതാണെങ്കിലും അത്ര ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പം എവിടെ പഠിക്കുന്നുണ്ടാവില്ല, മറ്റുള്ളതിന് പഠിക്കുന്നുണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ ഫിറ്ററിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് ഇൻഡെപ്ത് നമ്മൾ പഠിക്കേണ്ടി വരും. അതിലെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് മോഡ്യൂൾ 6 മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ്. മെറ്റൽസ് ആൻഡ് അലോയ്സ്, ഫെറസ് മെറ്റൽ, നോൺ ഫെറസ് മെറ്റൽ, അതിൻ്റെ കോമ്പോസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, ഓരോ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, അനീലിങ്ങും കേസ് ഹാർഡനിങ്ങും അങ്ങനെയുള്ള സാധനങ്ങൾ, ഹാർഡനിങ്ങും ഓരോന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അവിടെ ചേഞ്ച് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ ആ രീതിയിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പം ഈ മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സും അത്യാവശ്യം നോക്കേണ്ട ടോപ്പിക്കാണ്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കുമാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തായിട്ട് 7th മോഡ്യൂൾ വരുമ്പോൾ ഫോർജിങ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. നമ്മൾ നോർമലി ഒന്നും അങ്ങനെ അത്ര അങ്ങോട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കല്ല. ഫോർജിങ്, റിഫ്രാക്ടറി മെറ്റീരിയൽസ്, അവിടെ യൂസ് ചെയ്യുന്ന റിഫ്രാക്ടറി മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഓരോ പ്രത്യേകതകളും പഠിക്കണം. ഫോർജിങ് ഹാൻഡ് ടൂൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർജിങ് ഹാൻഡ് ടൂൾസ് പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ളിടത്ത് നമ്മൾ പഠിക്കുന്നതല്ല. ആൻവിൽസ്, ഓക്കെ, ഫോർജിങ് ഓപ്പറേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിന് വേണ്ടി പഠിക്കേണ്ടതാണ്. ഫോർജിങ് എന്ന് പറഞ്ഞൊരു മോഡ്യൂളാണ് 7th മോഡ്യൂൾ വരുന്നത്. ഓക്കെ, അടുത്തായിട്ട് വരുന്നത് മോഡ്യൂൾ 8 ഷീറ്റ് മെറ്റൽ വർക്ക്. ഇപ്പോൾ ഷീറ്റ് മെറ്റൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് സ്നിപ്സ്, മാലറ്റ്, സ്റ്റേക്സ്, ഇങ്ങനെ കുറച്ച് ടൂൾസും കാര്യങ്ങളുമായിട്ടുള്ള ഷീറ്റ് മെറ്റൽ വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന, കട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ ഈ ഷേപ്പ് ചെയ്തെടുക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടൂൾസാണ്. ഇതൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് പരിചയമുള്ള ഏരിയ ആയിരിക്കത്തില്ല, പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്ന കുറച്ച് ടൂൾസും കാര്യങ്ങളും അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഏത് ടൂളാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അവിടുത്തെ ബെൻഡിങ് മെഷീൻ, ഈ ഷീറ്റൊക്കെ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ബെൻഡിങ് മെഷീനും അതിൻ്റെ ടൈപ്സും ഒക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഷീറ്റ് മെറ്റൽ കുറച്ച് ടോപ്പിക്സ് ഇവിടെ പഠിക്കാനുണ്ട്.
ആൻഡ് 9th മോഡ്യൂൾ വെൽഡിങ്ങും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫിറ്റർ ഇതിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ഒരു മേഖലയാണ് ഈ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അത് ഗ്യാസ് വെൽഡിംഗ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്, പ്ലംബർ ട്രേഡിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെ ബാക്കിയുള്ള മെഷീനിസ്റ്റ് പോലുള്ള ഇതിനും ടർണർ പോലുള്ള ഇതിനൊക്കെ നമ്മൾ ഈ വെൽഡിങ് നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പം ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ് നമുക്ക് പഠിക്കണം. ഫ്ലാഷ് ബാക്ക് എന്തുവാണ്, ഫ്ലാഷ് ബാക്ക് ഫയർ ബാക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ടേംസ് ഒക്കെ നമുക്കൊന്ന് പഠിക്കണം. ഗ്യാസ് വെൽഡിങ് ടെക്നിക്സ്, ആർക്ക് വെൽഡിങ് ഇവിടെ വരുന്നുണ്ട്, ആർക്ക് വെൽഡിംഗ് ഉണ്ട്, ഗ്യാസ് വെൽഡിങ് മാത്രമല്ല ആർക്ക് വെൽഡിംഗ് ഇവിടെ നമുക്കിവിടെ പഠിക്കാം. അപ്പോൾ ആർക്ക് വെൽഡിങ്ങും അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പഠിക്കേണ്ടത്. ഇൻസ്പെക്ഷൻ ഓഫ് വെൽഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വെൽഡിങ്ങും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ നോക്കാനുണ്ട്. അടുത്തത് 10th മോഡ്യൂൾ ലാസ്റ്റ് മോഡ്യൂൾ വരുന്നത് ലെയ്ത്താണ്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലെയ്ത്താണ്. ലെയ്ത്തിൻ്റെ പാർട്സ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, ആക്സസറീസ്, ലെയ്ത്തിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂൾ പഠിക്കാനുള്ളത്. ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കാൻ പറ്റുന്ന മോഡ്യൂളാണ്. അപ്പം നിലവിൽ നമുക്ക് ഈ ഒരു 10 മോഡ്യൂളിലെയും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ഉള്ള ടോപ്പിക്സ് തന്നെയാണ്. പക്ഷെ അത് പഠിക്കുമ്പം ഈ പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിച്ചു വേണം ഇതിൽ പോകാൻ. ഇപ്പോൾ ലെയ്ത്ത് നോർമലി നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. ഇതിൻ്റെ പാർട്സ് ഒക്കെ ചിലപ്പോൾ ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങൾ ആയിരിക്കത്തില്ല ക്വസ്റ്റനൊക്കെ ചോദിക്കുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കെല്ലാം ഒരു ബേസ് ഉള്ള സബ്ജക്റ്റാണിത്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എല്ലാം പറയുന്നത്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലൂടെ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ നിമി ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. നമുക്കറിയാം നിമി ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവരി പോയിന്റുകളും പഠിക്കണം. അത് ഒരു വട്ടം കണ്ടാൽ നമുക്ക് ഓർക്കണമെന്നില്ല, വീണ്ടും നമ്മളത് വായിക്കേണ്ടി വരും, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ച് പഠിക്കേണ്ടി വരും. കാര്യം ഇതെല്ലാം സിമിലറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളത് പഠിക്കേണ്ടി വരും. എത്ര ക്വസ്റ്റ്യൻസ് കണ്ടുപോകാമോ, എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ് നിങ്ങൾക്ക് നടത്തി പോകാമോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് അവിടെ പ്രയോജനം വരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് മാക്സിമം ടെസ്റ്റുകൾ നമ്മൾ തരും. നമ്മളൊരു മെൻറ്ററിനെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലൈവ് ക്ലാസ്സുകളും ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരിക്കും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകളും കാണും. പുതുതായിട്ടുള്ള ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആയിരിക്കും. അല്ലാത്ത ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും ആയിരിക്കും. ആ റെക്കോർഡ് ക്ലാസ്സുകളാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ തരും. ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ എത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു പോകാമോ, എത്രയും ഈ ടോപ്പിക്കുമായിട്ട് പരിചയമായി പോകുമോ, റിവിഷൻ നടത്തി പോകാമോ, ആ രീതിയിലുള്ളൊരു പ്ലാനാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സിലബസ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് വെക്കുക. അവസരമാണ്, നല്ലൊരു അവസരമാണ്, മികച്ചൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോട്ടെ. ഞങ്ങളുടെ കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം തന്നെ തുടങ്ങുക. ഇതൊരു നല്ല അവസരമാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ഇതൊരു മികച്ച അവസരം തന്നെയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ, അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് ഒരു ലിസ്റ്റിൽ കയറാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.